ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. കൈന്ന് വിട്. പറഞ്ഞത് കേട്ടില്ലേ? കൈന്ന് വിടാൻ. നിങ്ങൾ എന്റെ ദേഹത്ത് തൊട്ടാ എനിക്ക് പൊള്ളും. നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യം ഇനി എനിക്കില്ല. അതിനി എന്നെ പ്രതീക്ഷിക്കാൻ വേണ്ട. ഒരു മിനിറ്റ്. ആട്ടിയിറക്കി വിടുന്നതിനേക്കാൾ വേദനയാണ് പ്രണവേ നീ തരുന്ന അവഗണന. പിന്നെ ഞാൻ എന്തുവാ ചെയ്യേണ്ടത്? നിങ്ങൾ കാണിച്ചതെല്ലാം മറന്നിട്ട് വീണ്ടും പഴയതുപോലെ ഏട്ടാ ഏട്ടാന്നും വിളിച്ചോണ്ട് അനുസരണയുള്ള നായയെ പോലെ പുറകെ വാലാട്ടി നടക്കണോ? എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ഞാൻ അനുഭവിച്ച വേദനയും അപമാനവും മനസ്സിലിങ്ങനെ തികട്ടി വന്നോണ്ടേയിരിക്കും. അതിന്റെ പീഡനം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവത്തില്ല. ഒരിക്കലെങ്കിലും അനുഭവിക്കണം. ആദ്യത്തെ അബദ്ധം എന്റെ വകയായിരുന്നു. ശിവാനി എന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തി സ്നേഹം വെച്ച് നീട്ടിയപ്പോഴത്തേക്ക് അത് സത്യമായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചു പോയി. അവളുടെ തനിനിറം പുറത്തെറിഞ്ഞ് ആകെ തകർന്നു നിൽക്കുന്ന എന്നെ മാനസികമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിക്കുന്നതിന് പകരം നിങ്ങൾ എന്തുവാ കാണിച്ചേ? എവിടെ നിന്നോ ഒരുത്തി ഇറക്കിയിട്ട് എന്റെ മുന്നിൽ നാടകം കളിച്ചു, പ്രണയം അഭിനയിപ്പിച്ചു. എന്റെ മനസ്സിലേക്ക് പ്രണയത്തിന്റെ വിത്തുകൾ ഇട്ടു തന്നു. ഒന്ന് തുറന്നു ചോദിച്ചോട്ടെ, നിങ്ങൾ എന്റെ കൂടപ്പിറപ്പ് തന്നെ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു വഞ്ചന നിങ്ങൾ എന്റെ അടുത്ത് കാണിക്കുമായിരുന്നോ? ഇല്ല, ചെയ്യില്ലായിരുന്നു. എനിക്ക് ഉറപ്പുണ്ടത്. നിങ്ങൾ എന്റെ ആരുമല്ലാന്ന് ആ സംഭവത്തോടെ തെളിയിച്ചു. എടാ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്ത് നന്മ? ഒരുത്തനെ പ്രണയിക്കുന്നതായിട്ട് അഭിനയിക്കുന്നതാണോ നന്മ? ഗർഭമുണ്ടെന്ന് കള്ളവും പറഞ്ഞ് ഒരു കുടുംബത്തെ മുഴുവൻ ചതിച്ചവളെ തിരികെ അതേ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതാണോ നിങ്ങൾ പറയുന്ന നന്മ? എന്റെ കൂടപ്പുറപ്പിന്റെ സ്ഥാനത്ത് നിന്നും നിങ്ങളുടെ പേര് ഞാൻ വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? പ്രണവ് വെറും ഒരു പോങ്ങനാണെന്നാ? എന്തൊക്കെ കാണിച്ചാലും അവസാനം വന്നിട്ട് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നൊരു ഭംഗിവാക്കങ്ങ് പറയുമ്പോ അനുഭവിച്ചേക്കെ അങ്ങ് മറന്നു പോകുന്ന അതിനുണ്ടാവത്തില്ല. കാരണം ഇനി നിങ്ങൾ എന്റെ ആരുമല്ല. നിനക്കെന്നെ നിന്റെ ചേട്ടനല്ലാതെ കാണാൻ കഴിഞ്ഞേക്കും. പക്ഷേ നീ എന്റെ അനിയനല്ലെന്നോ കൂടപ്പുറപ്പല്ലെന്നോ പറയാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ലടാ. നോക്ക്, മേലിൽ ഇങ്ങനത്തെ തത്വശാസ്ത്രവും പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിലേക്ക് വന്നു പോരുത്. എന്റെ ഒരു അപേക്ഷയാണത്. എന്താ എന്ത് പറ്റി? എന്താ എന്ത് പറ്റി നിനക്ക്? എന്താ ഇത് നിധി? കരയല്ലേ? കരയാതിരിക്കുന്നീ. നിവർന്നേ, ചോദിക്കട്ടെ ഞാൻ. എന്തു പറ്റി നിനക്ക്? വയ്യ ഗൗതം, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. നമുക്ക് നമ്മുടെ ആ പഴയ വാടക വീടില്ലേ, അവിടേക്ക് തിരിച്ചു പോവാം. ഇങ്ങനെ ശ്വാസം മുട്ടി ഇവിടെ ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നമുക്ക് ആരുമില്ല, നമ്മൾ തനിച്ചു മതി. നാളെ തന്നെ നമുക്ക് വാടക വീട്ടിലേക്ക് മാറണം. ഇവിടെ ഒട്ടും പറ്റാത്തതുകൊണ്ട്, സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്. നീ പറഞ്ഞത് ശരിയാ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ ആരുമല്ലല്ലോ.
എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെങ്കിലും ഒരിക്കൽ ഇറങ്ങേണ്ടവൻ തന്നെയാ ഞാൻ. പോണം. എന്നെ സംബന്ധിച്ച് ആ വാടക വീട് പോലും എനിക്ക് വലുതാ. നിനക്ക് സുരക്ഷിതമായിട്ട് തല ചായ്ക്കാൻ ഒരിടം, അതിനപ്പുറമുള്ള ഒരു ആഡംബരം വേണ്ട നമുക്ക്. പോകാം നമുക്ക്. എന്നോട് ദേഷ്യം തോന്നരുത്. വെറുപ്പോടെ മാത്രം നോക്കുന്ന ആൾക്കാർക്ക് നടുവിൽ ഇനി എനിക്കിങ്ങനെ നെഞ്ചുരുക്കി ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിധി, നമുക്ക് പോവാം. പക്ഷെ അതിപ്പോഴല്ല. ഇപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അത് നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് തുല്യമാവും. അത് പാടില്ല. നമ്മുടെ ഭാഗത്തും ന്യായമുണ്ടായിരുന്നുവെന്ന് ഇവിടെയുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. ഏറ്റവും കുറഞ്ഞത് അമ്മയെയും പ്രണവിനെയെങ്കിലും നമ്മൾ ചെയ്തത് നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും. ആരോടും പരിഭവവും പിണക്കവും വാശിയും ഒന്നുമില്ലാതെ എല്ലാ സ്നേഹത്തോടെയും യാത്ര പറഞ്ഞ് ഒരു പടിയിറക്കും. എങ്ങനെയെങ്കിലും നീ ഈ വീടിന് പുറത്താവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഈ വീടിനകത്തുണ്ട്. അവരുടെ മുമ്പിൽ തോറ്റ് തല കുമ്പിട്ടായിരിക്കരുത് നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതെന്റെ ഒരു വാശിയ. അതുവരെ പിടിച്ചു നിന്നേ പറ്റൂ. ഓരോരുത്തരുടെയും വീർപ്പിച്ച് കിട്ടിയ മുഖവും ആട്ടിയകറ്റലും ഒക്കെ സഹിച്ച് എത്ര നേരം എന്നെ കൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കാനാവും ഗൗതം? ഈ വീട് വിട്ടിറങ്ങണമെന്ന് ഞാൻ എന്തെങ്കിലും ഗൗതമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇതിപ്പോ സഹി കെട്ടിട്ട് പറ്റുന്നില്ല എനിക്ക്. തൽക്കാലം ഇപ്പൊ നിനക്കൊരു ചേഞ്ച് ആവശ്യമാണ്. എനിക്കും വേണം. 1-2 ദിവസത്തേക്ക് നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ? നമ്മള് മാത്രമുള്ള കുറേ നിമിഷങ്ങൾ എല്ലാം ഒന്ന് സ്വയം പറഞ്ഞു പഠിപ്പിച്ച് നമ്മൾ മടങ്ങി വരും. നമ്മുടെ ന്യായങ്ങൾ ഇവിടെയുള്ളവരെ ബോധ്യപ്പെടുത്താൻ. എനിക്ക് പോണം ഗൗതം. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയേ പറ്റൂ. ഇല്ലെങ്കിൽ നെഞ്ചു പൊട്ടി മരിച്ചു പോകും ഞാൻ. അത്രയ്ക്ക് താങ്ങാൻ പറ്റാതായി ഗൗതം എനിക്ക്. ഒരു 2 ദിവസത്തെ ട്രിപ്പ് നാളെ രാവിലെ തന്നെ നമ്മൾ പുറപ്പെടും. നീ റെഡി ആയിക്കോ.